സെന്റർ ആക്രമണ കേസിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതി അറസ്റ്റിലായി. സുഹൈൽ ഷാജഹാനാണ് അറസ്റ്റിലായത്. കെ സുധാകരന്റെ അടുത്ത അനുയായിയായാണ് സുഹൈൽ. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. MG മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, നാളുകളായി AKG സെന്റർ ആക്രമണ കേസ് നടന്നിട്ട് അതിന്റെ അന്വേഷണം ഇങ്ങനെ തുടരുകയായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഇയാളെ പിടികൂടിയത്? എപ്പോഴാണ് നാട്ടിലേക്ക് എത്തിക്കുക? എന്തോ കൃത്യം പറഞ്ഞാൽ 2 വർഷമായി AKG സെന്റർ ആക്രമണ സംഭവം ഉണ്ടായിട്ട് 2022 ജൂലൈ 1-നായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പുലർച്ചയോടുകൂടി ഇത്തരത്തിൽ ഈ 2 പ്രതികൾ ജിയോ സ്കൂട്ടറിലെത്തി പടക്കമറിയുകയായിരുന്നു. അത് വലിയ രീതിയിലുള്ള സ്ഫോടന വസ്തുവാണ് എറിഞ്ഞെന്നുള്ള ഒരു ആരോപണം നേരത്തെ EP ജയരാജനും ഒപ്പം തന്നെ PK ശ്രീമതി അടക്കമുള്ളവർ അറിയിക്കുകയും ചെയ്തു. അതിനെ തുടർന്നായിരുന്നു പിന്നീട് അന്വേഷണം ഉണ്ടാവുകയും ചെയ്തത്. അതേ തുടർന്ന് ഈ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ഈ AKG സെന്റർ ആക്രമണ കേസിലെ സുഹൈൽ ഷാജഹാനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അദ്ദേഹം കെ സുധാകരന്റെ അടുത്ത അനുയായി കൂടിയായിരുന്നു. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. അന്വേഷണ സംഘം ഇന്ന് ഡൽഹിക്ക് പുറപ്പെടും. തിരുവനന്തപുരത്ത് വൈകിട്ടോടുകൂടി എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2022 ജൂലൈ 1-നാണ് AKG സെന്ററിൽ സ്കൂട്ടറിലെത്തിയ ആൾ പടക്കം എറിയുന്നത്. സംഭവം വലിയ കോളിളക്കം സൃഷ്ടിച്ചുവെങ്കിൽ പോലും തന്നെ അന്വേഷണം എങ്ങും എത്താത്ത സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതായത് അന്ന് B. ജിതിൻ എന്ന മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തു എങ്കിൽ പോലും തന്നെ ക്രൈംബ്രാഞ്ചിന് പിന്നീട് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി ഏകദേശം 1 വർഷമെങ്കിലും സമയമെടുത്തു എന്നുള്ളത് വലിയ രീതിയിൽ അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുകയും ഒപ്പം തന്നെ ഈ ആക്രമണ കേസ് തന്നെ വലിയ രീതിയിൽ ഭരണപക്ഷത്തിനെതിരെ തിരിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. പിന്നീട് 1 വർഷത്തിന് ശേഷമാണ് പ്രാഥമിക കുറ്റപത്രം തയ്യാറാക്കുന്നത്. ആ കുറ്റപത്രത്തിൽ പോലും പ്രധാനമായും ഈ സ്കൂട്ടർ ഈ ഗൂഢാലോചന നടത്തിയ സുഹൈലിനെ പിടികൂടാത്തതും ഒപ്പം തന്നെ സുഹൈലിന്റെ ഡ്രൈവർ കൂടിയായിട്ടുള്ള മറ്റൊരു വ്യക്തിയെ കൂടി പിടികൂടാത്തത് വലിയ രീതിയിൽ അന്വേഷണത്തിൽ തിരിച്ചറിയാവുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിലായിരുന്നു 2 വർഷം പിന്നിടുമ്പോൾ ഇപ്പോൾ മുഖ്യ പ്രതിയെ ആയിട്ടുള്ള ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ഈ സുഹൈൽ ഷാജഹാനെ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പിടികൂടാനായിരിക്കുന്നത്. വിദേശത്ത് കടന്ന വ്യക്തി ഇപ്പോൾ 2 വർഷത്തിന് ശേഷം ഡൽഹിയിലെത്തിയപ്പോഴാണ് ഇപ്പോൾ പിടിയിലാകാൻ സാധിക്കുകയും ചെയ്തത്. മിഥുൻ, ഈ സുഹൈൽ ഷാജഹാൻ എന്നുള്ള വ്യക്തി ആരാണ്? ഈ സുഹൈൽ ഷാജഹാൻ കെ സുധാകരന്റെ അടുത്ത അനുയായി എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിനപ്പുറം സുഹൈൽ ഷാജഹാൻ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തകനാണോ? സുഹൈൽ ഷാജഹാൻ ആ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ കേസ് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കെ സുധാകരന്റെ അടുത്ത അനുയായികളിൽ ഒരാൾ കൂടിയായിരുന്നു സുഹൈൽ ഷാജഹാൻ എന്ന് പറയുന്നത്. ആ സമയത്താണ് ഈ കേസ് ഉണ്ടാവുകയും തുടർന്ന് ഇതിനു മുമ്പ് തന്നെ, അതായത് ഈ കേസുകളിൽ പ്രതികളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ സുഹൈൽ ഷാജഹാനും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു അനുയായി കൂടിയായിട്ടുള്ള, അതായത് ഡ്രൈവർ കൂടി ഇവിടെ നിന്ന് കടന്നു കഴിയുന്നതായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഡ്രൈവർ സുധീഷിന്റേതാണ് ഈ സ്കൂട്ടർ എന്ന് ക്രൈംബ്രാഞ്ച് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ഇരുവരും വിദേശത്ത് എത്തിയിരുന്നു. അതോടെയാണ് ഈ അന്വേഷണം അവിടെ വെച്ച് നിലയ്ക്കുന്നത്. കള്ളക്കേസ് ആയതുകൊണ്ടാണ് അന്വേഷണം തുടരാത്തതെന്നാണ് പ്രതികളുടെ പ്രധാനമായും ആരോപണം ഉന്നയിച്ചിരുന്നത്. വിദേശത്തുള്ള സുഹൈൽ ഷാജഹാനെ സുധീഷിനെ പിടികൂടാൻ അന്ന് ലൂക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും ഒപ്പം തന്നെ ഇറക്കിയെങ്കിൽ പോലും തന്നെ ഇരുവരും നാട്ടിലെത്താൻ തയ്യാറായില്ലായിരുന്നു. ഇനി ഇരുവരെയും നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊക്കെ അന്വേഷണ സംഘം പറയുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നുള്ള ക്രൈംബ്രാഞ്ചിന്റെ വിശദീകരണമൊക്കെ അന്ന് വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു. ഏകദേശം 1 വർഷത്തിന് പിന്നാലെയാണ് പ്രാഥമികമായിട്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ പോലും അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്തു. പിന്നീട് ഈ 2 പ്രതികളെ പിടികൂടാത്തതോടുകൂടി തന്നെ 1-2, അതായത് പിടികൂടിയിട്ടുള്ള 1-2 പ്രതികളായിട്ടുള്ള ജിതിനും ഒപ്പം തന്നെ ധനിയും ഇവരെ പ്രതികളാക്കിക്കൊണ്ട് പിന്നീട് കേസ് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 1 വർഷത്തിന് ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രതി ഈ കേസിൽ ഗൂഢാലോചന നടത്തിയിട്ടുള്ള സുഹൈൽ ഷാജഹാൻ തന്നെ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തോ MG മിഥുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഡൽഹി വിമാനത്താവളത്തിൽ നിന്നാണ് ഈ സുഹൈൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്തത്. എന്താണെങ്കിലും മിഥുൻ സൂചിപ്പിച്ചതുപോലെ 2 വർഷമായി AKG സെന്റർ ആക്രമണ കേസ് നടന്നിട്ട് ഈ 2 വർഷം പിന്നിടുമ്പോഴാണ് മുഖ്യപ്രതികളായിട്ടുള്ള സുഹൈൽ ഇപ്പോൾ അറസ്റ്റിലായത്. ഇനി മറ്റു